ജൂൺ 16, 2006 അർജന്റീനയ്ക്ക് വേണ്ടി ലോകകപ്പിൽ ഗോൾ സ്കോർ ചെയ്യുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. 20 വർഷങ്ങൾക്കിപ്പുറം അതേ ജൂൺ 16, 2026 അർജന്റീനയ്ക്ക് വേണ്ടി വേൾഡ് കപ്പിൽ ഗോൾ സ്കോർ ചെയ്യുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി മറ്റാരുമല്ല, സാക്ഷാൽ ലിയോണൽ ആന്ദ്രേസ് മെസ്സി. മെസ്സിയെക്കുറിച്ച് പറയാൻ എനിക്ക് കൂടുതൽ വാക്കുകളില്ല. ഐ എം സ്പീച്ച്ലെസ്, സത്യം പറഞ്ഞാൽ സ്പീച്ച്ലെസ്. ഹാട്രിക് അറ്റ് ദ ഏജ് ഓഫ് 39, അതും പുള്ളിയുടെ തന്നെ അവസാന വേൾഡ് കപ്പ് ആയേക്കാവുന്ന വേൾഡ് കപ്പിൽ. 2018 ലോകകപ്പിൽ ഫ്രാൻസിനോട് തോറ്റ് അർജന്റീന പുറത്തായപ്പോൾ അന്ന് കമൻറ്റേറ്റേഴ്സ് പറഞ്ഞ് ഞാൻ ഓർക്കുന്നു, ഷുവർലി ദിസ് വിൽ ബി മെസ്സിസ് ലാസ്റ്റ് വേൾഡ് കപ്പ് മാച്ച്. അടുത്ത വേൾഡ് കപ്പ് ആകുമ്പോൾ പുള്ളിക്ക് 35 വയസ്സാവുമെന്ന്. അതേ മെസ്സി 35-ാം വയസ്സിൽ ഖത്തറിൽ പോയി ലോക ചാമ്പ്യൻ ആവുന്നതും 39-ാം വയസ്സിൽ ഇന്നിവിടെ അമേരിക്കയിൽ തൻ്റെ കരിയറിലെ ലോകകപ്പ് കരിയറിലെ ആദ്യ ഹാട്രിക് നേടുന്നതും. ഇറ്റ്സ് എ ഫെയറി ടൈൽ എൻഡിങ് എന്ന് വേണമെങ്കിൽ പറയാം. 36 വർഷമായി തകർക്കപ്പെടാത്ത സാക്ഷാൽ പെലെയുടെ ലോകകപ്പിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻ എന്ന റെക്കോർഡ് ഇനി മെസ്സിക്ക് സ്വന്തം. മാത്രമല്ല, ഏറ്റവും കൂടുതൽ ലോകകപ്പിൽ ഗോൾ അടിച്ച മിറോസ്ലാവ് ക്ലോസയുടെ ഒപ്പം തന്നെ മെസ്സി എത്തിയിരിക്കുന്നു. ലോകകപ്പിൽ ഔട്ട്സൈഡ് ബോക്സിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച വ്യക്തി, 30 വയസ്സിന് ശേഷം ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ വ്യക്തി. റെക്കോർഡുകളെ കുറിച്ച് പറയാനാണെങ്കിൽ വാതോരാതെ ഇനിയും പറയാനുണ്ട്. കളിയിലേക്ക് വരുമ്പോൾ വളരെ മെല്ലെയാണ് രണ്ട് ടീമും തുടങ്ങിയതെങ്കിലും ഇരു ടീമിനും അധികം സ്പേസോ അല്ലെങ്കിൽ അധികം ഒരു മൂവ്മെൻറ്റോ രണ്ട് ടീമും കാഴ്ചവെച്ചിരുന്നില്ല. എന്നിരുന്നാലും ഒരു ചാൻസ് കിട്ടി, അത് അർജന്റീന സ്കോർ ചെയ്തു. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഫിനിഷ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഫൈൻ മാർജിൻ അത് ഓഫ് സൈഡായി. തിരിച്ച് അപ്പുറത്തെ സൈഡിൽ അൽജീരിയയും ഒരു ഗോൾ സ്കോർ ചെയ്തു, അതും ഒരു ഫൈൻ മാർജിൻ ഓഫ് സൈഡായി മാറിയിരുന്നു. ആദ്യ ഗോളിൽ ഒരു 60% മെസ്സിക്ക് കൊടുത്താലും 40% ഞാൻ കൊടുക്കുന്ന റോഡ്രിഗോ ഡി പോളിനാണ്. ദ ബോൾ ഹി പ്ലേഡ്, ലിറ്ററലി അൾജീരിയയുടെ ടോട്ടൽ മിഡ്ഫീൽഡിനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടൊരു ബോൾ ഇൻ ബിറ്റ്വീൻ ദ സ്പേസ് ഓഫ് മിഡ്ഫീൽഡ് ആൻഡ് ഡിഫൻസ്. ഹാഫ് ടേണിൽ നിന്നിരുന്ന മെസ്സി ആ ബോൾ റിസീവ് ചെയ്തു. ഒരു വണ്ടർഫുൾ ഫിനിഷ്, ഒന്നും പറയാനില്ല. ഡിപ്പോൾ മെസ്സിയുടെ കൂടെ ബോഡി ഗാർഡ് എന്ന പോലെ നടക്കുന്ന ഡിപ്പോളിന് ഹി നോസ് മെസ്സി ബെറ്റർ. വാട്ട് എ വണ്ടർഫുൾ ബോൾ. രണ്ടാമത്തെ ഗോൾ അലക്സിസ് മക്കാലിസ്റ്ററിൻ്റെ ഒരു പവർഫുൾ ഷോട്ട്. ലൂക്കാസ് ഇദാൻ അത് സേവ് ചെയ്യാൻ സാധിച്ചില്ല. അഗൈൻ മെസ്സി വാസ് ഓൺ ദ റൈറ്റ് പ്ലേസ്. ഒരു ടാപ്പിനാണെങ്കിൽ കൂടി ദ വേ ഹി ഫിനിഷ്, വെരി സിമ്പിളായിട്ട് പുള്ളിയെ ബോൾ തഴുകി വിടാമെന്ന് പറയില്ലേ, കമ്പോസായിട്ട് ഫിനിഷ് ചെയ്തത്. അവിടെ ഞാൻ പറഞ്ഞു വരാൻ പോകുന്നത് മക്കാലിസ്റ്ററിനെ കുറിച്ചിട്ടും ഡിപ്പോളിനെ കുറിച്ചിട്ടാണ്. ക്ലബ് സീസണിൽ രണ്ടുപേരും അത്ര ഹെവി പെർഫോമൻസസ് അല്ല. ഒരാൾ കളിക്കുന്നത് MLS, ഒരാൾ ലിവർപൂളിന് വേണ്ടിയിട്ട് വൺ ഓഫ് ദ ബാഡ് സീസൺസ് ഹി എവർ ഹാഡ്. സോ വെൻ ഈസ് കം ടു ദ നാഷണൽ ടീം, ഈ പ്ലേയേഴ്സ് സഡൻലി പോപ്പ് ഫ്രം സംവെയർ. ഒരു രക്ഷയില്ലാത്ത പ്ലെയർ ആയിരുന്നു രണ്ടുപേരും. ഈവൻ ദോ എൻസോ ഓൾസോ. വാട്ട് ക്യാൻ ഐ സേ അബൌട്ട് ദ തേർഡ് ഗോൾ? ലിറ്ററലി ഐസിങ് ഓൺ ദ കേക്ക് മൊമെൻ്റ് ആയിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ മെസ്സിയുടെ ഒരു ഹാട്രിക്, ഒരു വേൾഡ് കപ്പിൽ ഒരു ഹാട്രിക് കാണണം ആസ് എ ഫാൻ നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരുന്നു. നമ്മളെല്ലാവരും ഓവർ ജോയിട്ട് തുള്ളിച്ചാടാന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു മൊമെൻ്റ് ആയിരുന്നു. എനിക്കതിൽ കൂടുതൽ വർണ്ണിക്കാനൊന്നുമില്ല. 39-ാം വയസ്സിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ ഹാട്രിക് നേടിയിരിക്കുന്നു. ഇനി അടുത്ത കളിയിൽ ഇനിയും അദ്ദേഹത്തിൻ്റെ മാജിക് നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് അൾജീരിയ പ്ലേഡ് വെരി വെൽ. ദേ കെപ്റ്റ് ദ ബോൾ ലോട്ട് ഓഫ് ടൈം. ആൻഡ് ഇബ്രാഹിം മാസയുടെ ചില സമയത്തുള്ള ത്രൂ ബോൾസ് എല്ലാം ഇറ്റ് വാസ് സോ സ്കെയറി ടു us ബിക്കോസ് ഹി ഈസ് എ ഗുഡ് പ്ലെയർ. ആൻഡ് ഫ്യൂച്ചറിലെ പുള്ളിക്കാരനായിരിക്കും അൾജീരിയയുടെ വൺ ഓഫ് ദ ടോപ്പ് പ്ലെയേഴ്സ്, ബ്രില്യൻ മിഡ്ഫീൽഡർ. ആൻഡ് വി ആർ വെയിറ്റിംഗ് ഫോർ ദ നെക്സ്റ്റ് 2 games. അവസാനമായി ഇനി വരാനുണ്ടോ എന്നറിയില്ല, വന്നവരിൽ ആരുമില്ല മെസ്സിയോളം.